അപ്പോൾ ഇന്ന് നമ്മൾ നോർമൽ ട്രഡീഷണൽ മെത്തേഡിലുള്ള ഒരു മീൻപിടുത്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാനിവിടെ ഇപ്പോൾ എൻ്റെ ഒരു അങ്കിളിൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് മണ്ണിരേനെ പിടിക്കാം. ഓക്കെ, ഇതാ ഒരു മണ്ണിര എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ മണ്ണിരേനെ എടുത്ത് ഈ കവറിലോട്ട് ഇടുകയാണ്. മണ്ണിരയ്ക്ക് കുറച്ച് മണ്ണ് വേണം, അപ്പോൾ അതിന് കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മണ്ണിര നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതേപോലുള്ള മണ്ണിരയുടെ ഈ ചെറിയ പുറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്കിങ്ങനെ ഇവിടെ നിന്ന് പിടിക്കാം. ഇതാ നിങ്ങൾക്ക് കാണാൻ കഴിയും, മണ്ണിരണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇന്നിവിടെ ഒരു ചെറിയൊരു പോൾ റോഡാണ് യൂസ് ചെയ്യുന്നത്. അവിടെ ഒരു ചൂണ്ട ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചൂണ്ടയാണ് ഞാനിന്ന് ഉപയോഗിക്കാൻ പോകുന്നത്. ചൂണ്ട ചെറിയ ഹുക്കിൻ്റെ ഒരു ചൂണ്ടയാണ്. സാധാരണ നമ്മുടെ പഴയ മെത്തേഡായിട്ടുള്ള മയിൽപ്പീലി തണ്ടൊക്കെ വെച്ച് ഒരു ചെറിയൊരു ചൂണ്ട. ഇത്രയും ചെറിയ ഹുക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വളരെ ചെറിയൊരു ഹുക്കാണിത്. ഞാൻ ഈ പോൾ റോഡിലോട്ട് ചൂണ്ട കണക്ട് ചെയ്യട്ടെ. ഞാൻ കുറച്ച് മണ്ണിര എടുത്തിട്ടുണ്ട്, കുറച്ച് മൈദയും പെല്ലറ്റും മിക്സും എടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടും ഉപയോഗിച്ച് നോക്കാം, ഏതിലാണ് മീൻ കിട്ടുക എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് തൊട്ടപ്പുറത്തുള്ള പുഴയിലൊന്ന് ചെന്ന് നോക്കാം. ഇനി നമുക്ക് ആദ്യത്തെ കരിമീൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ കിട്ടിയതൊരു കരിമീനാണ്. എടുത്തോ.
അങ്ങ് കുരുങ്ങി മീനെ. നെക്സ്റ്റ് കരിമീൻ, സൂപ്പർ കരിമീൻ. അപ്പോൾ ഇന്നത്തെ ഫിഷിംഗ് എല്ലാം കഴിഞ്ഞു. നമുക്ക് ആകെ കിട്ടിയത് ഈ 3 കരിമീനാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിവിടെ കാണാം, ജീവനുണ്ട്, ഇപ്പോഴും ചത്തിട്ടില്ല. ഒരു 3 എണ്ണമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാണാൻ കഴിയുന്നുണ്ട് തോന്നുന്നു. ഒരാൾ ഏകദേശം തീരുമാനമായി, ബാക്കി 2 ആൾക്ക് ഇപ്പോഴും ജീവനുണ്ട്. ഇതാണ് പിടക്കണ കരിമീൻ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു ട്രഡീഷണൽ മെത്തേഡിലുള്ള സാധാ പോൾ ലൈൻ ഫിഷിങ്ങിൽ കിട്ടിയ 3 കരിമീനുകൾ. 1, 2, ഇതാണ് 3 കരിമീനാണ് നമുക്ക് ഇന്നത്തെ ഫിഷിങ്ങിൽ കിട്ടിയിട്ടുള്ളത്. ഒരാൾ മരിച്ചുപോയി, ബാക്കി 2 ആൾ ഇപ്പോഴും ജീവനുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഫിഷിംഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.